കഴിഞ്ഞ ദിവസം ആ, നമ്മൾ പഠിക്കുകയുണ്ടായി. ആ, എങ്ങനെ ഹെബ്രായർക്കെഴുതിയ ലേഖനം ഈസ് ലൈക്ക് എ ബ്രിഡ്ജ്, അതായത് ക്രമേണ നിന്നുപോയ ദൈവരാജ്യത്തിന്റെ ആ പദ്ധതി, അല്ലെങ്കിൽ ദ പ്രോഫസി പ്രോഗ്രാം, ദ ടൈം പാസ്റ്റ്, മുൻകാലങ്ങൾ, അപ്പോസ്തല പ്രവൃത്തിയിൽ അത് ക്രമേണ സ്ലോലി വന്ന് നിന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുകയും കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു വേർതിരിച്ച് ഒരു പുതിയൊരു യുഗം ആരംഭിക്കുക, കൃപാ യുഗം ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി. ഏ, അതോടൊപ്പം ഏ, ആം, എങ്ങനെ ഹെബ്രായർക്കെഴുതിയ ലേഖനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഹെബ്രായർക്കെഴുതിയ ലേഖനം എഴുതുന്നത് യഹൂദർക്കാണ്. Right? അപ്പോൾ അത് മുഖ്യമായിട്ടും എഴുതിയിരിക്കുന്നത് ഏ, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്, അതായത് ഒലിവ് മലയിൽ പ്രവചന പദ്ധതി പ്രകാരമുള്ള ആ വരവ്, രണ്ടാം വരവ് പ്രതീക്ഷിക്കുന്ന യഹൂദരോട്, പ്രത്യേകിച്ച് റാപ്ചറിന് ശേഷം, സഭയുടെ ഉൽപ്രാവനത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ ചിതറിപ്പാർക്കുന്ന യഹൂദരോക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് കാണാൻ കഴിയും യഹൂദരും ജാതികളും എന്നുള്ള ഒരു വ്യത്യാസം വീണ്ടും വരികയാണ്. കാരണം ആ കാലത്ത് റോമർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമ്പോൾ ആണ് ഇസ്രായേലിന്റെ അന്ധത മാറുന്നത്. അതായത് റാപ്ചറിന് ശേഷം ഇസ്രായേലിന്റെ അന്ധത മാറുകയാണ്. ഇസ്രായേലിലേക്ക് ദൈവത്തിന്റെ ആ പ്രവൃത്തി വീണ്ടും ആരംഭിക്കുക. ഏത് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് എവിടെ സ്റ്റോപ്പായോ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും ആ ഇടർച്ചയുടെ ആ മതിൽ, ദ വാൾ ഓഫ് പാർട്ടീഷൻ വീണ്ടും സ്റ്റാർട്ട് ആവുക. ആ കാലഘട്ടത്തിൽ ജെന്റൈൽസിന്, അതായത് അന്യജാതികൾക്ക് രക്ഷ വേണമെങ്കിൽ അവരുടെ ഇടയിൽ ചെതറിപ്പാർക്കുന്ന യഹൂദരോട് ദയ കാണിക്കണം. റൈറ്റ്? അങ്ങനെയാണ് അബ്രഹാമിനോട് ആദ്യം ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നെ, നിന്റെ സന്തതികൾ മുഖാന്തരം ജാതികളും അനേക നേഷൻസ് വിൽ ഓൾസോ ബി ബ്ലെസ്ഡ്, അവരും അനുഗ്രഹിക്കപ്പെടും എന്ന്. വീണ്ടും ദൂതന്മാരുടെ സേവനം വീണ്ടും ആരംഭിക്കുകയാണ്. വീണ്ടും ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആരംഭിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന അവസാന കാലഘട്ടത്തിൽ, അന്ത്യകാലത്തിൽ അനേക കള്ളപ്രവാചകന്മാരുണ്ട് എന്ന് പറയുമ്പോൾ നല്ല പ്രവാചകന്മാരുമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ? അപ്പോൾ ഒരു റീസ്റ്റാർട്ടിംഗ് ഓഫ് ദ കിങ്ഡം പ്രോഗ്രാം ആണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം തൊട്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ സൺഡേ നമ്മൾ പഠിച്ചു റോമർക്കെഴുതിയ ലേഖനം എങ്ങനെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ കൃപായുഗത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് എത്ര പ്രാധാന്യമാണ് റോമർക്കെഴുതിയ ലേഖനം, അതുപോലെ പ്രാധാന്യമുള്ളൊരു ലേഖനമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, അല്ലെങ്കിൽ ദി റെമനന്റ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ ശേഷിപ്പിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്ടറിനുള്ള പുസ്തകമാണ്. നമുക്ക് മുൻപോട്ട് പോകാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 1-2 അധ്യായത്തിൽ ക്രിസ്തുവിനെ ദ ഗോഡ് മാൻ ആയിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് ദൈവ മനുഷ്യനുമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ്. റൈറ്റ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൗമിക ശുശ്രൂഷ കാലത്ത് കർത്താവായ യേശുക്രിസ്തു അനേക കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഉണ്ടായി. റൈറ്റ്? ഒരു മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നത്, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ. അതേസമയം കർത്താവ് അനേക കാര്യങ്ങൾ മറ്റു ചെയ്യുകയും പറയുകയും ഉണ്ടായി, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. നമുക്ക് വായിക്കാം. അതിൻ്റെ ആധാരമായിട്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള ഭാഗം നമുക്ക് മലയാളത്തിൽ വായിക്കാം. ദൈവം പണ്ടും ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും
തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ക്രൈസ്റ്റ് ഹൂ ബീങ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് ഗ്ലോറി and the express image of his person and upholding all things by the word of his power. അതായത് സകലതിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്, ക്രിസ്തുവാണ്. സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്നവനും അവനാണ്. മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ? ഹി ഈസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9 തൊട്ട് 11 വരെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശദീകരിക്കപ്പെടുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പൊ കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ദൂതന്മാരെക്കാട്ടിലും അല്പം താഴ്ചയുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. അപ്പൊ ഈ ഒരു ക്രമം നമ്മൾ നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഒരു ഹൈറാർക്കി നോക്കിയാൽ സൃഷ്ടികർത്താവായ ദൈവം, അത് കഴിഞ്ഞാൽ ദൂതന്മാർ, അത് കഴിഞ്ഞാൽ മനുഷ്യർ, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചരാചരങ്ങൾ, മാൻകൈൻഡ്, ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച എന്ന് പറയുമ്പോൾ മനുഷ്യനായിട്ട് വന്നു. അപ്പൊ ഇതാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം പഠിപ്പിക്കുന്ന ആദ്യത്തെ 1-2 അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്. that Christ was made a little lower than the angels. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യം എന്തോ? വൈ വാസ് ഇറ്റ് നെസസറി ഫോർ ഗോഡ് ടു ബിക്കം മാൻ? നമുക്ക് ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രിയമുള്ള ഒരു സൃഷ്ടികൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ. ഗോഡ്സ് മോസ്റ്റ് ബിലവഡ് ക്രിയേഷൻ വാസ് മാൻകൈൻഡ്. ദൈവത്തിന് ഇഷ്ടമായിരുന്നു മനുഷ്യരോടൊപ്പം സമയം ചെലവ് ചെയ്യുവാൻ. സന്ധ്യയുടെ ആ തണുപ്പത്ത് കർത്താവ് ആദാമും ഹവ്വായോടും കൂടെ ഏദൻ തോട്ടത്തിൽ സംഭാഷണം നടത്തുമായിരുന്നു, അല്ലേ? ദൈവം അപ്പോൾ തന്നെ ഏദൻ തോട്ടത്തിൽ തന്നെ ജ്ഞാനത്തിന്റെ, അതായത് നന്മ തിന്മയുടെ ജ്ഞാനത്തിന്റെ വൃക്ഷവും അവിടെ വെച്ചിരുന്നു. എന്തെന്ന് വെച്ചാൽ അതൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, അവരുടെ മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഒരു ടെസ്റ്റ് പോലെ. അവരെ സൃഷ്ടിച്ച് അവർക്ക് വേണ്ടി സകലതും ഉണ്ടാക്കി നൽകിയ ദൈവത്തെ അവർ ആശ്രയിക്കുമോ, അതോ എവിടുന്നോ വന്ന ഒരു ജീവി, ഒരു സർപ്പത്തിന്റെ, നമുക്കറിയാം അത് സർപ്പമായിട്ടല്ല, യഥാർത്ഥമായിട്ടൊരു സർപ്പമായിട്ടല്ല ലൂസിഫർ ആദാം ഹവ്വയുടെ അടുക്ക വന്ന്. അവിടെ സർപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഹേരോദാവിനെ ആ കുറുക്കൻ എന്ന് പറയുമ്പോൾ ആ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ദ കണ്ണിങ്നെസ്, ദ സട്ടിൽനെസ് ഓഫ് എ സ്നേക്ക്. വളരെ തന്ത്രപൂർവ്വം വന്ന് അവരോട് ടെംപ്റ്റ് ചെയ്യുമ്പോൾ ദൈവം നോക്കുന്നത് ആദാം ഹവ്വ അവർക്ക് വളരെ പരിചയമുള്ള ദൈവത്തെ ആശ്രയിക്കുമോ സകല നന്മകൾക്കും വേണ്ടി, അതോ ഈ വ്യക്തിയുടെ വാക്ക് കേട്ട് അവർ നന്മതിന്മയുടെ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുമോ എന്ന്. എന്നാൽ മനുഷ്യൻ ആ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും ദൈവത്തിന് വളരെ ദുഃഖം ഉണ്ടായി ആ ഒരു വിഷയത്തിൽ. നോക്കണേ, അതുവരെ ത്രിയേക ദൈവത്തിൽ ദുഃഖം, കോപം, വേദന, മരണം ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് 2 കാര്യം ചെയ്യാൻ കഴിയും. ഒന്നിൽ ഈ സൃഷ്ടി എല്ലാത്തിനെയും
കർത്താവ് തന്റെ കോപത്തിൽ നശിപ്പിച്ചിട്ട് വീണ്ടും ഒരു പക്ഷേ ദൈവത്തിന് ആരംഭിക്കാം, വീണ്ടും സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും തുടങ്ങാം. അല്ല എങ്കിൽ മനുഷ്യരോടുള്ള ആ സ്നേഹത്തിൽ ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് അറിയാം മനുഷ്യന് തൻ്റെ രക്തം മലിനപ്പെട്ടത് കൊണ്ട് മനുഷ്യന് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചിട്ട് ദൈവം തന്നെ മനുഷ്യനായി വന്നിട്ട് പാപമില്ലാതെ പാപമൊഴികെ സകലതിലും പരീക്ഷിക്കപ്പെട്ട് എന്നാൽ അതിനെ ജയിച്ച് തന്റെ നിഷ്പാപമായ രക്തം ബലിയായിട്ട് അർപ്പിച്ച് വേണമെങ്കിൽ മനുഷ്യവർഗത്തെയും ഈ പ്രപഞ്ചത്തെയും വേണമെങ്കിൽ ഉദ്ധരിക്കാം. പക്ഷെ ദൈവത്തിന് വളരെ കഷ്ടം സഹിക്കേണ്ടി വരും, ഇല്ലേ? വളരെ വേദന സഹിക്കേണ്ടി വരും, വളരെ നിന്ന സഹിക്കേണ്ടി വരും. പക്ഷെ ദൈവം മനുഷ്യനായിട്ട് വന്ന് മനുഷ്യനായി വന്നതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം ദൈവം മനുഷ്യരോടുള്ള ആ അഗാധ സ്നേഹം പ്രദർശിപ്പിക്കുകയായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8 തൊട്ട് 11 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം കണ്ടോ? ഇതാ നിസ്തുല്യ സ്നേഹം, അല്ലേ? നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ദൈവം മനുഷ്യനായി വന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം രക്തം ചിന്തി. എത്ര നിന്ന സഹിച്ചു, എത്ര കഷ്ടം സഹിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന്, അല്ലേ? അത് ദൈവത്തിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഹൃദയം, പിതാവായ ദൈവം എങ്ങനെയുള്ളവൻ എന്ന് കർത്താവിനെ കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? നേച്ചർ, ഈ സൃഷ്ടിയെ കണ്ടാൽ ദൈവത്തിന്റെ ബുദ്ധി, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ആ ക്രിയേഷൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര മനോഹരം, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ്, അല്ലേ? അതേസമയം ദൈവം എങ്ങനെയുള്ളവൻ, അതാണ് ഈ സക്കായി മരത്തിൽ കയറിയപ്പോൾ ക്രിസ്തു ജസ്റ്റ് ഫിസിക്കലായിട്ടൊരു ക്രിസ്തു എങ്ങനെയുള്ളവൻ, ക്രിസ്തു ഫിസിക്കൽ അപ്പിയറൻസ് കാണാനല്ല, മറിച്ച് അവൻ എങ്ങനെ ഉള്ളവൻ എന്ന് അറിയുവാൻ വേണ്ടി കയറി, ഇല്ലേ? വാട്ട് മാനർ ഓഫ് പേഴ്സൺ ഹി ഈസ്. മനസ്സിലാവുന്നുണ്ട്? ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ട് മനുഷ്യനായി വരേണ്ടി വന്നു. അടുത്തൊരു വിഷയമാണ് ലേവ്യ പുസ്തകം 17-ന്റെ 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. അപ്പൊ ഈ വാക്യത്തിന് വളരെ ഡെപ്ത് ഉണ്ട്. 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഈ സിസ്റ്റം ഓഫ് സാക്രിഫൈസ്, അത് ദൈവം ഒരുക്കി കൊടുത്തത്. മറ്റേ ഈ വാക്യം ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഫോർ ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ഈസ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഐ ഹാവ് given it to you upon the altar to make an atonement for your souls, and I have given it to you upon the altar. ഇത് ക്രൂശിനെ കുറിച്ചൊരു ഒരു ഫോർടെല്ലിംഗ് ആണ്. ഐ ഹാവ് ഗിവൻ ഇറ്റ്, ഞാൻ നിങ്ങൾക്ക് ഈ ബലിപീഠത്തിൽ അത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. റോമർക്കെഴുതിയ ലേഖനം 5-ന്റെ 11 നമുക്കൊന്ന് വായിക്കാം. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. Praise the Lord. ഇവിടെ നിരപ്പ് എന്ന് പറയുമ്പോൾ അറ്റോൺമെന്റ് ആണ്. റോമർക്കെഴുതിയ ലേഖനം 5:11 ഇംഗ്ലീഷ് ബൈബിൾ എഴുതുക. ആൻഡ് നോട്ട് ഓൺലി സോ ബട്ട് വി ഓൾസോ ജോയ് ഇൻ ഗോഡ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബൈ ഹൂം വി ഹാവ് നൗ റിസീവ്ഡ് ദി അറ്റോൺമെന്റ്. മുമ്പത്തെ വാക്യം ഒന്ന് ഞാൻ ഇന്നോടൊന്ന് കാണിക്കാം. ഈ മുമ്പത്തെ വാക്യം റോമർക്കെഴുതിയ 5 തൊട്ട് 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മൾ പാപികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ വീണ്ടെടുത്തെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ മുഖാന്തരം നമ്മൾ വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള വിടുതൽ, അതായത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മഹോപദ്രകാലം, ആ ഒരു കാലത്തെയാണ് ദൈവക്രോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ക്രോധ സമയത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടും. നമ്മൾ അതിൽ നിന്ന് കടന്നു പോകത്തില്ല എന്നുള്ളൊരു ഒരു തെളിവുമുണ്ട് ആ വാക്യത്തിൽ. നമുക്ക് മുൻപോട്ട് പോകാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10:3-5 തൊട്ട് നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തു പറയുക. കർത്താവ് ദൈവമേ, അറിയാം ഈ മൃഗങ്ങളുടെ യാഗങ്ങളും അവരുടെ രക്തങ്ങളും കൊണ്ടൊന്നും പാപമോചനം നടക്കുന്നില്ല. പക്ഷെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു ശരീരം, ബട്ട് എ ബോഡി ഹാസ് ദൗ പ്രിപ്പയർഡ് ഫോർ മീ. കണ്ടോ, ഒരു ബെറ്റർ രക്തം. കാരണം മനുഷ്യൻ മരിക്കേണ്ടടുത്ത് ഒരു മൃഗം മരിച്ചാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടക്കുകയില്ല. മനുഷ്യൻ പാപം ചെയ്തു, മാനവജാതി രക്ഷയ്ക്ക് വേണമെങ്കിൽ മനുഷ്യൻ തന്നെ മരിക്കണം. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നു, പെർഫെക്റ്റ് ആയിട്ട് ലിവ് ചെയ്തു. നമുക്ക് മുൻപോട്ട് പോകാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-3 തൊട്ട് 7 തൊട്ട് 10 വരെയുള്ള വാക്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Praise the Lord. കണ്ടോ, എ ബെറ്റർ ബ്ലഡ് വാസ് നീഡഡ്. മൃഗങ്ങളുടെയും ആടുകുട്ടന്മാരുടെയും രക്തത്തെക്കാൾ വിലയേറിയ രക്തം വേണം, പാപമില്ലാത്ത രക്തം വേണം. കണ്ടോ, 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ബട്ട് ബൈ ദ വിച്ച് വി ആർ സാങ്ക്ടിഫൈഡ് ത്രൂ ദ ഓഫറിംഗ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വൺസ് ഫോർ ഓൾ. ഒരിക്കലായി ഒരൊറ്റയാഗം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരെല്ലാവരും എന്നേക്കുമായി പെർഫെക്റ്റ് ആക്കി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തിന്റെ സ്നേഹം, റൈറ്റ്? ഒരു ബെറ്റർ ബ്ലഡ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷകളെല്ലാം, ലോകത്തിന്റെ സകല പാപവും വഹിക്കുന്ന ദൈവകുഞ്ഞാടായി കർത്താവായ യേശു ക്രൂശിൽ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് നാം ആ കാര്യം വിശ്വസിക്കുന്ന മാത്രയിൽ നമ്മളെ ദൈവം ഫോർ എവർ പെർഫെക്റ്റ് ആക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. എ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഹൈ പ്രീസ്റ്റ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം 15 തൊട്ട് 16 വരെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കണ്ടോ, ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി അവതരിക്കേണ്ടി വന്നു? മനുഷ്യന്റെ കഷ്ടതകൾ, വേദനകൾ, മനുഷ്യന്റെ ബലഹീനതകൾ എല്ലാം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന പോലെ തൻ്റെ മനുഷ്യത്വത്തിൽ മനസ്സിലാക്കി ഇപ്പോൾ കരുണ കാണിക്കാൻ തക്ക ഒരു ശ്രേഷ്ഠ പുരോഹിതനായി മാറി.
എന്ന്. അടുത്ത റീസൺ, ടു സേവ് us ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. നോക്കണേ, മൃഗങ്ങൾക്ക് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിക്കാൻ പറ്റുമോ? മനുഷ്യർക്കേ പറ്റത്തുള്ളൂ. ദൂതന്മാർക്ക് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കാൻ പറ്റുമോ? ഇല്ല, മനുഷ്യർക്കേ പറ്റത്തുള്ളൂ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:3-5 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതിന്റെ റീസൺ ആണ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീസൺ ആണിത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ റൈറ്റ് സ്പിരിറ്റ്. ശരിയായ ആത്മാവിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? റാപ്ചറിന് ശേഷം, സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലത്തിലും ഇപ്പോഴും എങ്ങനെയാണ് നമുക്ക് റൈറ്റ് സ്പിരിറ്റിനെ ഐഡന്റിഫൈ, ശരിയായ ഉപദേശത്തെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായം 1-3 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. Praise the Lord. യോഹന്നാൻ എഴുതുമ്പോൾ തന്നെ ലോകത്തിൽ ഒരു കൂട്ടം, അതായത് പൗലോസ് അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ തന്നെ അനേക ദുരുപദേശങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. അനേകർ പൗലോസിന്റെ പേരെടുത്ത്, അപ്പോസ്തലന്മാരുടെ പേരെടുത്ത് വ്യാജ ഊമക്കത്തുകൾ എഴുതുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ അനേകർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് കറക്റ്റ് ആത്മാവ്, ഏതാണ് കറക്റ്റ് ഉപദേശം? യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പറയുന്ന എല്ലാ ആത്മാവും കറക്റ്റാ. യേശുക്രിസ്തു ജഡത്തിൽ വന്നില്ല എന്ന് പറയുന്ന ആത്മാവെല്ലാം തെറ്റായ ദുരുപദേശം അല്ലെങ്കിൽ ആന്റൈ ക്രൈസ്റ്റിന്റെ ആത്മാവ്. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വന്നതിൻ്റെ ഒരു റീസൺ മനസ്സിലാകുന്നുണ്ടല്ലോ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ റൈറ്റ് സ്പിരിറ്റ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ദൈവം എന്തുകൊണ്ടാണ് ഹ്യൂമനായിട്ട്, മനുഷ്യനായിട്ട് ഭൂമിയിൽ വരേണ്ട ആവശ്യം? ദൈവം തൻ്റെ സ്നേഹത്തെ, മനുഷ്യരോടുള്ള എത്ര സ്നേഹമുണ്ട്, അതിൻ്റെ അഗാധ സ്നേഹം കാണിക്കുന്നത്. അടുത്തത്, രക്തം ആവശ്യമായിരുന്നു വീണ്ടെടുപ്പിന് വേണ്ടി. കാളകളുടെയും കോലാടുകളുടെയും രക്തം വീണ്ടെടുപ്പ് സാധ്യമല്ലായിരുന്നു. മെച്ചമായ രക്തം യേശുക്രിസ്തു, പാപമില്ലാത്ത രക്തം കാൽവരി ക്രൂശിൽ ഒഴുക്കി. ഒരു ഹൈ പ്രീസ്റ്റ് മനുഷ്യന്റെ സകല കഷ്ടതകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ തക്ക കഴിവുള്ള ഒരു ശ്രേഷ്ഠ പുരോഹിതനായി തീരുകയാണ്. ടു സേവ് us ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നമ്മളെ വിടുവിക്കുവാനും ശരിയായ ആത്മാവ് എങ്ങനെയുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു റീസൺ ഫോർ ഐഡന്റിഫൈങ്. നമുക്ക് മുൻപോട്ട് പോകാം. ഈ കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ അവതരിക്കുന്ന ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട ദുരുപദേശങ്ങളുണ്ട്. ഒന്ന് ഡോറ്റിസം, അടുത്തത് എബോണിസം. ഈ 2ന്റെ പെശക് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ള അനേക ഉപദേശങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഡോസിറ്റിസം പറയുന്നത് യേശുക്രിസ്തു ദൈവമായിരുന്നു, പക്ഷേ മനുഷ്യൻ അല്ലായിരുന്നു. മനുഷ്യൻ പാപമുള്ളതാണ്, അതായത് മെറ്റീരിയൽ
പാപമുള്ളതാണ്. ദൈവം സ്പിരിറ്റാണ്. അതുകൊണ്ട് ദൈവത്തിന് മെറ്റീരിയലായ ഒരു ശരീരം എടുക്കാൻ പാടാ, മെറ്റീരിയൽ വേൾഡിൽ വരാനും പാടാണ് എന്നാണ് ഡോസിറ്റിസം പറയുന്നത്. ഓക്കെ, അവർ യേശു ദൈവമാണെന്ന് അംഗീകരിക്കുന്നു, പക്ഷെ മനുഷ്യനല്ല എന്ന് പറയുന്നു. റൈറ്റ്? അപ്പോൾ തന്നെ ആ ഉപദേശത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരം, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, യേശുക്രിസ്തുവിന്റെ മരണം, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം അവർ പറയുന്നത് എന്താണെന്ന് ഒരു ഇല്യൂഷൻ ആയിട്ടാണ് അവർ പറയുന്നത്. അതൊക്കെ ഒരു ഇല്യൂഷൻ ആയിരുന്നു, യഥാർത്ഥമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ല എന്ന്. അവർ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിക്കുന്നത്, റോമൻസ് പടയാളികൾ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ ദൈവം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളെ യേശുവിനെ പോലെ അങ്ങാക്കി. ഇതെങ്ങനെയാടി അവർ ഓഫ് യേശുവിനെ ആക്കുന്നത്? അല്ല പിടിച്ചത്, മറിച്ച് അവർ പിടിച്ചത് മറ്റൊരു റൂമിൽ വ്യക്തിയാണ് നടന്നോണ്ടിരിക്കുന്നു. ഓഫ് ക്രൂശിക്കുന്നത്. ചിലർ പഠിപ്പിക്കുന്നത് അവർ യൂദ ഇസ്കറിയോത്തിനെയാണ് ക്രൂശിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ തൂങ്ങിച്ചാത്ത ആരാ? കണ്ടോ? അതാണ് ഡോസിറ്റിസം. യേശു ദൈവമാണെന്ന് പറയും, പക്ഷെ മനുഷ്യനല്ല എന്ന് പറയും. യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചില്ല എന്നാണ് പറയുന്നത്. അതൊരു ദുരുപദേശമാണ്. ഓക്കെ, രണ്ടാമത്തെ ദുരുപദേശമാണ് ഇബോയിനിസം. എബോണിസം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യനാണ്, ദൈവമല്ല, ജഡത്തിൽ ദൈവമല്ലായിരുന്നു, വെറും സാധാരണ ഒരു മനുഷ്യനാണ്. ഇത് വളരെ ഡേഞ്ചറസ് ഒരു ടീച്ചിങ് ആണ്. റൈറ്റ്? ഇവർ പറയുന്നത്, ഇവർ വിശ്വസിക്കുന്നു, ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ, വരുവാനുള്ള പ്രവാചകൻ യേശുക്രിസ്തു ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ യേശുക്രിസ്തുവിന്റെ കന്യാജന്മം, അതായത് ദ വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ അവർ തിരസ്കരിക്കുക. അവർ പറയുന്നത് യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരുന്നു, യോസെഫും മറിയയുടെയും മകനായിരുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണം മുഴുവനും പാലിച്ചത് കൊണ്ട് പിതാവായ ദൈവം തച്ചന്റെ മകനായ യേശുക്രിസ്തുവിൽ പ്രസാദിച്ചു. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിങ്കൽ പിതാവായ ദൈവം ക്രിസ്തോസ് എന്ന ആത്മാവിനെ യേശുക്രിസ്തു എന്ന സാധാരണക്കാരനായ മനുഷ്യന്റെ മേൽ അയച്ചു. എന്നിട്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഏലോയി എലോയി ലമ്മ സബക്താനി, കർത്താവെ കർത്താവ് നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, പിതാവായ ദൈവം പിതാവായ ദൈവം ക്രിസ്തുവിന്റെ ആത്മാവിനെ യേശുക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തോസ് എന്ന ആത്മാവിനെ യേശുക്രിസ്തുവിൽ നിന്നങ്ങ് തിരിച്ച് എടുത്തു എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തുവാ? യേശുക്രിസ്തു ജഡത്തിൽ ദൈവമല്ലായിരുന്നു, സാധാരണ മനുഷ്യനായിരുന്നു. അതേസമയം ഡോസിറ്റിസം പഠിപ്പിച്ചത് എന്തുവാ? യേശുക്രിസ്തു ദൈവമായിരുന്നു, മനുഷ്യനല്ലായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ എബോണിസം തീർന്നു എന്ന് നമ്മൾ കരുതണ്ട, അതിപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവർ പറയുന്നത് എന്നാന്നറിയാം, Jesus Christ was not a divine figure. He was only a man, and a divine spirit came upon him at the time of baptism. And that divine spirit departed from him at the time of his crucifixion. Okay. അപ്പോൾ തന്നെ ഇവർ പറയുന്ന കാര്യമുണ്ട്, ഇവര് according to these patristic sources, the Ebionites insisted on the necessity of following both the law of Moses and the moral teachings of Jesus Christ to be righteous. അതായത് നീതീകരിക്കപ്പെടണമെങ്കിൽ ഇവർ പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മോശയുടെ ന്യായപ്രമാണവും പാലിക്കണം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. എന്നിട്ട് they received James the Just, the brother of Jesus, as an exemplar of righteousness and the true successor of Jesus Christ, rather than Peter, while rejecting Paul as a false apostle and an apostate from the law. അതായത് ഇവർ പഠിപ്പിക്കുന്നത്, നോക്കണേ, റോമൻ കത്തോലിക്ക സഭ പത്രോസിനെ സ്വീകരിച്ചു അവരുടെ മെയിൻ പോപ്പായിട്ട്. റൈറ്റ്? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അംഗീകരിക്കുക, അനുകരിക്കുക, ഇല്ലേ? അതേസമയം ഈ ഗ്രൂപ്പ് എബോനൈറ്റ്സ് എന്തുവാ ചെയ്തത്? പീറ്ററിനെയും പൗലോസിനെയും മാറ്റി വെച്ചിട്ട് യേശുക്രിസ്തുവിന്റെ സഹോദരനായ ജെയിംസ്, യാക്കോബിനെയാണ് അവർ ഫോളോ ചെയ്തത്. അപ്പോൾ തന്നെ ഇവർ പഠിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു ആന്റൈ ക്രൈസ്റ്റ് ആയിരുന്നു എന്നാണ്. അവർ പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന സ്പിരിറ്റ് ഓഫ് ആന്റൈ ക്രൈസ്റ്റ് ഈസ് നൗ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് പൗലോസ് അപ്പോസ്തലനാണെന്നാണ് ഈ എബോനിസം പഠിപ്പിച്ചത്. അവർ പറയുന്നത്, അവരെക്കുറിച്ച് എഫിഫിനസ് എന്ന് പറഞ്ഞൊരു ചർച്ച് ഫാദർ പറഞ്ഞിരിക്കുന്നത്, എബോനൈറ്റ്സ് ഒപ്പോസ്ഡ് പോൾ, who they saw as responsible for the idea that Gentile Christians did not have to be circumcised to follow the law of Moses, and named him as an apostate, അതായത് പിന്മാറ്റക്കാരൻ, from Judaism. Epiphanes further relates that some Ebionites alleged that Paul was a Greek, അതായത് ഒരു അന്യജാതിക്കാരനായിരുന്നെന്നും, who converted to Judaism in order to marry the daughter of a high priest of Israel, but apostatized when she rejected him. അതായത് അവർ പഠിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു ജാതികനായിരുന്നു, എന്നാൽ ജുഡായിസത്തിലേക്ക് മതം മാറി വന്ന വ്യക്തിയാ. കാരണം ഈ ഒരു ഹൈ പ്രീസ്റ്റ്, ശ്രേഷ്ഠ പുരോഹിതന്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ മകൾ ആ വിവാഹ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തപ്പോൾ പൗലോസ് ജുഡായിസവും റിജക്റ്റ് ചെയ്തു എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ദുരുപദേശം പൗലോസിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജൂയിഷ് റൂട്ട്സ്, അതായത് യഹൂദ ആ പരമ്പരയെക്കുറിച്ച് എടുത്തു പറയുന്നത്. ഏതാ? ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ യഹൂദന്മാരിൽ യഹൂദൻ, പരീശന്മാരിൽ പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് കുറവില്ലാത്തവൻ എന്ന് എടുത്ത് പറയുന്ന കാര്യം എന്തുവാ? ഈ ഇബോനൈറ്റ്സിന്റെ ദുരുപദേശത്തെ ഖണ്ഡിച്ചാണ്. അപ്പൊ മനസ്സിലാവുന്നുണ്ട്, ഈ ഇബോനിസം രക്ഷയ്ക്ക് ദൈവത്തിന്റെ ആ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവര് തിരസ്കരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അവര് അപ്പോൾ തന്നെ അവർ ക്രൂശീകരണവും എല്ലാം തിരസ്കരിക്കുക. അവർ പഠിപ്പിക്കുന്നത് ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വെറും ഒരു രക്തസാക്ഷിയായിരുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. യേശു ദൈവമല്ല, വെറും മനുഷ്യനാണെന്നുള്ള എല്ലാ കൾട്ടുകളുടെയും ഉപദേശത്തിന്റെ ഉറവിടം എബോണിസമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, ഹെബ്രായർക്കെഴുതിയ ലേഖനം 1, 2 അധ്യായത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ലേഖകർത്താവ് പറയുന്നത്. യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് പോകാം. ജീസസ് ക്രൈസ്റ്റ് ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. ഹൈപ്പോസ്തറ്റിക് യൂണിയൻ എന്ന് പറയും. അതായത് ക്രിസ്തു, ഒരേ ക്രിസ്തു, ആ ക്രിസ്തുവിന് 2 സ്വഭാവങ്ങൾ, 2 നേച്ചർ. ഒന്ന് ദ ഡിവൈൻ നേച്ചർ ആൻഡ് ദ ഹ്യൂമൻ നേച്ചർ. രണ്ടും ഒരേപോലെ ഒരേ സമയത്ത് ക്രിസ്തുവിൽ. ഇതിനാണ് പറയുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. നമുക്കിതിനെക്കുറിച്ച് നമുക്ക് അധികം പഠിക്കാം. ബൈബിൾ വാക്യങ്ങൾ ചിലത് നമുക്ക് എടുത്ത് നമുക്ക് പഠിക്കാം. അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം മാത്രം ചെയ്യുന്ന അനേക കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഒന്ന്, ദൈവം മാത്രം ചെയ്യുന്ന കാര്യം സങ്കീർത്തനം 103, 1 തൊട്ട് 3 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന കാര്യം ഇവിടെ എന്താണ്? നിന്റെ അകൃത്യങ്ങളെ മോചിക്കുന്നു, പാപം ക്ഷമിക്കുന്നു. 1. 2, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5 തൊട്ട് 7 വരെ വാക്യം നമുക്ക് വായിക്കാം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്ന് അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? അപ്പൊ യേശു ക്രിസ്തു ഏ ഭൂമിയിലെ ശുശ്രൂഷ കാലത്തിൽ പാപങ്ങൾ മോചിച്ചു, രോഗികളെ സൗഖ്യമാക്കി. 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത് ദൈവം ചെയ്യുന്ന. അപ്പോൾ ഈ ഭൂമിയിൽ ഭൂമണ്ഡ ശുശ്രൂഷയിൽ കർത്താവ് ദൈവികമായ കാര്യങ്ങൾ ചെയ്ത ദൈവത്വത്തെ വ്യക്തമാക്കുകയാണ് ഇവിടെ, അല്ലേ? നോക്കണേ, അടുത്തൊരു കാര്യം, ദൈവമല്ലാതെ മനുഷ്യരുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ ആരും അറിയുന്നില്ല. 44-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. കണ്ടോ? നോക്കണേ, മർക്കോസിന്റെ ലേഖനം സുവിശേഷം 2-ാം അധ്യായം 8 തൊട്ട് 10 വരെ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്ക എടുത്തു നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് Praise the പക്ഷവാതക്കാരനോട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇവിടെ രണ്ട് കാര്യം നടക്കുകയാണ്. കർത്താവ് ചോദിക്കുക ഏതാണ് എളുപ്പം. ഏ ഇവിടെ രണ്ട് കാര്യം, ഒന്ന് വിസിബിൾ മിറക്കിൾ നടക്കുന്നു, ഒരെണ്ണം ഇൻവിസിബിൾ മിറക്കിൾ നടക്കുന്നു. പാപം ക്ഷമിച്ചതിന്റെ അടയാളമായിട്ടാണ് കർത്താവ് ആ വ്യക്തിയുടെ രോഗം സൗഖ്യമാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? പാപം ക്ഷമിക്കുന്നത് ഒരു ഇൻവിസിബിൾ, അദൃശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ദൃശ്യമായ ഒരു അടയാളമായിട്ടാണ് കർത്താവ് അവരുടെ മുൻപിൽ വെച്ച് ഈ വ്യക്തിയെ പരിപൂർണമായി സൗഖ്യമാക്കിയത്. അപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ ആർക്ക് മനസ്സിലായി? കർത്താവിന് മനസ്സിലായി. നോക്കുക, അതിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാം? 8-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം. ആൻഡ് ഇമ്മീഡിയറ്റ്ലി വെൻ ജീസസ് പെർസീവ്ഡ് ഇൻ ഹിസ് സ്പിരിറ്റ്. എവിടൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നുണ്ടോ അവിടൊക്കെ പലയിടങ്ങളിൽ ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻ ഹിസ് സ്പിരിറ്റ്. എവിടെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ പ്രകടനം ഉണ്ടോ അവിടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് അവന്റെ ജഡത്തിൽ, അതായത് ജഡപ്രകാരം യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതി. നമ്മൾ അങ്ങനത്തെ ചില വാക്യങ്ങൾ നമുക്ക് മുൻപോട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. യെശയ്യാ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. അപ്പോൾ വരാൻ പോകുന്ന ആരാണ്? യഹോവ ആണ് വരാൻ പോകുന്നത്. വരാൻ പോകുന്ന ആരാ? ദൈവമാണ് ഭൂമിയിൽ വരാൻ പോകുന്നത്, ഇല്ലേ? അതിന്റെ 5-ാമത്തെ വാക്യം കണ്ടോ? നാം ദൈവത്തിന്റെ മഹത്വം, ഇല്ലേ? യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ഇതാരെക്കുറിച്ചാണ്? ഇത് ഈ യേശുക്രിസ്തു വരാൻ പോകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് നിർജ്ജന സ്ഥലത്ത് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. ആ ശബ്ദം ആരുടെയാ? യോഹന്നാൻ സ്നാപകന്റെ കുറിച്ച്. നമുക്കിനി മുന്നോട്ട് നോക്കാം. മർക്കോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 3 അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു, എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? യോഹന്നാൻ ഐഡന്റിഫൈ ചെയ്യുക, ആ ശബ്ദം, മരുഭൂമിയിലെ ശബ്ദം ഞാനാണ്, പക്ഷെ എന്നിലും ശ്രേഷ്ഠൻ എന്റെ പിന്നാലെ വരുന്നു, ഇല്ലേ?
അതാരായിരുന്നു? യേശു ക്രിസ്തു. അപ്പോൾ ആരാണ് യഹോവ? മുമ്പ് പറഞ്ഞ യഹോവ ആരാണ്? നമുക്ക് നോക്കാം. യോഹന്നാൻ 1:14 വാക്യം നമുക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി. അല്ലേ? യെശയ്യാ 40:5 പറഞ്ഞ് ഏതാ? യഹോവയുടെ മഹത്വം വെളിപ്പെടും, ആ, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതതുപോലെ നടന്നോ? എപ്പോഴാണ് നടന്നത്? അവർ ക്രിസ്തുവിനെ കണ്ടപ്പോൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മനുഷ്യത്വത്തിൽ കർത്താവിന് ഏ, കർത്താവിന്റെ മനുഷ്യത്വത്തിൽ കർത്താവ് സർവജ്ഞാനിയല്ലായിരുന്നു. കർത്താവിന് പഠിക്കേണ്ടി വന്നു. കർത്താവ് ജ്ഞാനത്തിൽ വളർന്നു. ഇല്ലേ? ഏ, അതാണ് മത്തായി സുവിശേഷം. നമുക്ക് ലൂക്കോസിന്റെ 2:52 മത്തായി 24:36 നമുക്ക് വായിക്കാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. മുതിർന്നു വന്നു, വളർന്നു വന്നു. അതെന്തോ കാണിക്കുന്നത്? മനുഷ്യത്വം കാണിക്കുകയാണ്. അതേസമയം തന്നെ ക്രിസ്തു ദൈവവുമാണ്. നമുക്ക് നോക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്? കർത്താവ് തന്റെ മനുഷ്യത്വത്തെ വ്യക്തമാക്കുകയായിരുന്നു. ഇല്ലേ? നമുക്ക് അതേ സമയം തന്നെ നോക്കണം. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ നോക്കണം. 2 കൊരിന്ത്യർ 2:9 പറയുന്നത് ദൈവം മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുള്ളൂ. നമുക്ക് അതിന്റെ വായിച്ചു നോക്കാം. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. കണ്ടോ? ദൈവം മാത്രം കഴിയുള്ളൂ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. നമുക്കറിയാം യേശു ക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ അനേകയിടത്ത് മരിച്ചവരെ ഉയർപ്പിക്കുകയുണ്ടായി. അല്ലേ? രോഗികളെ സൗഖ്യമാക്കുകയുണ്ടായി. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് യോഹന്നാൻ 4:6 യേശു ക്രിസ്തു ക്ഷീണിച്ച് ഇല്ലേ കിണറിന്റെ അരികിൽ ഇരുന്നു. ഇല്ലേ? യോഹന്നാൻ 3:13-22 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ യേശു ക്രിസ്തു കോപിതനായി. ഇല്ലേ? അതെല്ലാം ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ നോക്കണം, യോഹന്നാൻ 4:49-53 വരെയുള്ള ഭാഗത്തിൽ ദ ഹീലിംഗ് ഓഫ് നോബിൾ മാൻസ് സൺ. അവിടെ നോക്കണം, കർത്താവ് പറഞ്ഞ എന്തുവാ? ഈ നോബിൾ മാൻ വന്ന് പറയുകയാണ് കർത്താവിനോട്, എൻ്റെ മകൻ മരണത്തോളം ആയിരിക്കുന്നു, പ്രാർത്ഥിക്കണം, സൗഖ്യമാക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഉടനെ ഈ വ്യക്തി പറയുന്നത് എന്താ? എനിക്ക് അയോഗ്യതയില്ല, നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ. കർത്താവ് അവിടെ നിന്ന് തന്നെ പറഞ്ഞെന്താ? നിന്റെ മകൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ഈ മനുഷ്യൻ മടങ്ങി പോകുമ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇയാളെ അന്വേഷിച്ച് വരികയാണ്. അവർ പറയുക, ഏയ് നിന്റെ മകൻ ജീവിക്കുന്നു. ഉടനെ ഈ മനുഷ്യൻ ചോദിച്ചു, ഏത് സമയത്ത് ആ രോഗം സൗഖ്യമായത്? ഉടനെ അവർ ആ സമയം പറഞ്ഞപ്പോൾ, ഇന്നലെ ഈ സമയത്ത് പറഞ്ഞപ്പോൾ അവർ നോട്ട് ചെയ്ത് പറഞ്ഞു, കറക്റ്റ്, യേശു ക്രിസ്തു പറഞ്ഞ ആ സമയത്ത് ആ വിടുതൽ സൗഖ്യം നടന്നത് എന്ന് മനസ്സിലാക്കി. അപ്പൊ നോക്കണേ, കർത്താവ് തൻ്റെ ശരീരത്തിൽ ഈ ഭൗമിക ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു സർവ്വവ്യാപി അല്ലായിരുന്നു, സർവജ്ഞാനി അല്ലായിരുന്നു. എങ്കിലും ആ ഓംനി പ്രസൻസ് ഇവിടെ വെളിവാക്കുന്നത് കണ്ടോ? അല്ലെ? കർത്താവ് ആ വീട് ഒരു ദിവസത്തിന്റെ യാത്രയുണ്ട്, എന്നാൽ അവിടെ നിന്റെ മകൻ ജീവിക്കുന്നു. സീ ഹൗ ഹി ഈസ് ഗോഡ് ആൻഡ് മാൻ അറ്റ് ദ സെയിം ടൈം. വേറൊരു വാക്യം കൂടെ കാണിക്കാം. യോഹന്നാൻ സുവിശേഷം 8-39-40 നമുക്കൊന്ന് വായിക്കാം. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു.
എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം അത് ചെയ്തില്ല. ചെയ്തില്ല. നോക്കണേ, കണ്ടോ, മനുഷ്യനായ എന്നെ, ദൈവത്തിന്റെ സത്യങ്ങൾ സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ എബ്രഹാം ചെയ്തില്ല. അപ്പോൾ ഇതിനകത്തെ ആ വാക്യത്തിന്റെ ആ ആഴം കണ്ടോ? അതായത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അബ്രഹാമിന് വെളിപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ സത്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചില്ല. പക്ഷെ നിങ്ങൾ അതാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തതില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു മനുഷ്യനായിരുന്നപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഈ വാക്യം പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റിനെ കാണിക്കുന്നതാണ്, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അടുത്തൊരു ഭാഗമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 5:7-10 വരെ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ്, വളരെ ആഴമുള്ള വാക്യമാണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഒന്ന്, ഹൂ ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ്. കണ്ടോ? കർത്താവിനും അനുസരണം പഠിക്കേണ്ട ആവശ്യം വന്നു. കഷ്ടങ്ങൾ സഹിച്ചാണ് താൻ സഹിഷ്ണുതയും അനുസരണവും പഠിച്ചത്. അത് ഏതിനെ കുറിച്ചാ പറയുന്നത്? ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ്, അവന്റെ ഐഹിക കാല ജീവിതത്തിൽ, അല്ലേ? അങ്ങനെയാണ് കർത്താവ് പെർഫെക്റ്റ്. ഹി വാസ് മെയ്ഡ് പെർഫെക്റ്റ് ആൻഡ് ദ ഓഥർ ഓഫ് എറ്റേണൽ സാൽവേഷൻ. എങ്ങനത്തെ സാൽവേഷനോ? എറ്റേണൽ സാൽവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഐഹിക കാല ജീവിതം. അടുത്തത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:8 നമുക്കൊന്ന് വായിക്കാം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കണ്ടോ, കർത്താവിന്റെ അനുസരണം എങ്ങനെയാ? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ചാണിത് പറയുന്നത്, അല്ലേ? നമുക്ക് മുൻപോട്ട് നോക്കാം. ഇനി ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സംസാരിക്കാം. ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. കിങ് ജെയിംസ് ബൈബിളിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ടെക്സ്റ്റസ് റിസെപ്റ്റസ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം ആണ് ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ എല്ലാ മോഡേൺ ബൈബിൾ വേർഷൻസിലും ഇംഗ്ലീഷ് വേർഷൻസിലും ഉപയോഗിച്ചിരിക്കുന്ന ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ഓക്കെ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? അതോ ഇത് ഇംഗ്ലീഷ് ഭാഷ പുരോഗമിച്ചപ്പോഴുള്ള വ്യത്യാസമാണോ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:16. മലയാളത്തിലൊക്കെ ഇത് ക്രിസ്തുവിന്റെ വിശ്വസ്തത എന്ന് തന്നെയാണ്, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നാണ് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഇത് നമുക്ക് വായിക്കാം. ഗലേഷ്യൻസ് 2:16. Knowing that a man is not justified by the works of the law, but by the faith of Jesus Christ. Even we have believed in Jesus Christ that we might be justified by the faith of Christ, and not by works of the law, for by works of law shall no flesh be justified. ഓക്കെ, ഇനി അടുത്ത വാക്യം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:9. And be found in him, not having mine own righteousness, which is of the law, but that which is through the faith of Christ, the righteousness which is of God by faith. ഇതേ കാര്യം നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21-22 വരെയുള്ള വാക്യം. But now
The righteousness of God without law is manifested, being witnessed by the law and the prophets, even the righteousness of God, which is by faith of Jesus Christ, unto all, upon all them that believe, for there is no difference. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20. I am crucified with Christ. Nevertheless I live, yet not I, but Christ liveth in me, and the life which I now live in the flesh, I live by the faith of the Son of God, who loved me and gave himself for me. Okay, നമുക്ക് ഈ കാര്യങ്ങൾ മലയാളത്തിൽ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വസ്തത, യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് വരുന്നത്. റൈറ്റ്. അപ്പൊ ഇതിൽ വ്യത്യാസമുണ്ടോ? വളരെ അധികം വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ. മോഡേൺ വേർഷൻസ് എല്ലാം തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറിയപ്പോൾ the textus receptus, the faith of Christ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്ട്രിനാണ്. ഇത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ക്രിസ്തു മനുഷ്യനായിരുന്നപ്പോൾ ക്രിസ്തുവിന് വിശ്വാസത്തിൽ വളരണമായിരുന്നു, ജ്ഞാനത്തിൽ വളരണമായിരുന്നു, ക്രിസ്തുവിന് ദൈവവചനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, ക്രിസ്തുവിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. താൻ മരിച്ചാലും പിതാവ് തന്നെ മരിച്ചവരുടെ ഇടയിൽ ഇടുകയില്ല, ഇട്ട് കളയുകയില്ല, മറിച്ച് ജീവിപ്പിക്കും എന്നുള്ള യേശു ക്രിസ്തുവിന്റെ അചഞ്ചലമായ വിശ്വാസം, മനുഷ്യൻ എന്ന രീതിയിൽ, മനുഷ്യത്വത്തിൽ, പിതാവിൽ, ദൈവത്തിൽ ഉള്ള ക്രിസ്തുവിന്റെ അൺവേവറിങ് ഫെയ്ത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ഈ ഡോക്ട്രിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രിസ്തുവിന്റെ വിശ്വാസമാണ് കണക്കിടുന്നത്. മനസ്സിലാവുന്നു? ഗോഡ് ഇംപാർട്ട്സ് ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ് നമുക്കായിട്ട് കണക്കിടുന്നത്. എത്ര ഇമ്പോർട്ടൻ്റാ! ഞാൻ അനേകരോട് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ പറയാറുണ്ട്, സാമ്പ്രദായ നാം വിശ്വസിച്ചപ്പോൾ ഞാൻ ശരിയായിട്ടാണോ വിശ്വസിച്ചത്? ഞാൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ ശരിയായിട്ടാണോ ഏറ്റു പറഞ്ഞത്? എൻ്റെ റിപ്പൻറ്റൻസ് ശരിയായിരുന്നോ? പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ എത്ര മാധുര്യമേറിയ ഒരു ഉപദേശമാണ്, ഒരു ഡോക്ട്രിനാണ് നാം നമ്മുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രയിൽ പിതാവായ ദൈവം പുത്രന്റെ വിശ്വാസം, പുത്രന് പിതാവിലുള്ള വിശ്വാസം നമ്മളിലേക്ക് പകരുകയാണ്. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഏതാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 പറഞ്ഞിരിക്കുന്നത് പോലെ, ഇനി ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നത് ദൈവപുത്രന്റെ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇറ്റ് ഹൈലൈറ്റ്സ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, നോട്ട് ഹ്യൂമൻ മെറിറ്റ്, ആസ് ദ ബേസിസ് ഫോർ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാൽവേഷൻ. അതായത് എൻ്റെ നീതീകരണത്തിനും എൻ്റെ രക്ഷയ്ക്കും എൻ്റെ വിശ്വാസമല്ല കണക്കാക്കുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ വിശ്വാസം, ക്രിസ്തുവിന്റെ വിശ്വസ്തത. Theologically presents a more divine-centered view of salvation, where Christ's faithfulness is the source of righteousness and not human merits. അതായത് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യന്റെ നീതീകരണം, മറിച്ച് ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ വിശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഇമ്പോർട്ടൻസ് കണ്ടോ? അതേസമയം ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പേഴ്സണൽ ബിലീഫ്, ട്രസ്റ്റ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്, എംഫസിസ് on human action of believing
and accepting the gospel. The focus is on the believer's response to God's promises and the work of Christ. ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, മറ്റേത് എൻ്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തിലാണ് ആശ്രയിക്കുന്നത്. So see the difference, right? നമുക്ക് ഒന്ന് മലയാളത്തിൽ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ വിശ്വാസം, ക്രിസ്തുവിന്റെ വിശ്വസ്തത. മീനിങ്, ക്രിസ്തുവിന് ദൈവത്തിൽ ഉണ്ടായിരുന്ന വിശ്വസ്തതയും ആശ്രയവും. ഇന്റർപ്രിറ്റേഷൻ, നീതീകരണത്തിനും രക്ഷയ്ക്കുമുള്ള അടിസ്ഥാനമായി മനുഷ്യന്റെ യോഗ്യതയെയല്ല ദൈവത്തിന്റെ വിശ്വസ്തതയെ എടുത്തു കാണിക്കുന്നു. തിയോളജി, മനുഷ്യ പ്രവർത്തികളല്ല ക്രിസ്തുവിന്റെ വിശ്വസ്തതയാണ് നീതിയുടെ ഉറവിടം എന്നതിനാൽ രക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ ദൈവിക കേന്ദ്രീകൃത വീക്ഷണം അവതരിപ്പിക്കുന്നു. ട്രാൻസ്ലേഷൻ, ക്രിസ്തുവിന്റെ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വസ്തത എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അടുത്തത് ക്രിസ്തുവിലുള്ള വിശ്വാസം. മീനിങ്, നമ്മുടെ വ്യക്തിപരമായ വിശ്വാസം, ആശ്രയം, യേശുക്രിസ്തുവിലുള്ള ആശ്രയം. ഇന്റർപ്രിറ്റേഷൻ, സുവിശേഷം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ പ്രവൃത്തിയെ ഊന്നിപ്പറയുന്നു. തിയോളജി, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളോടും ക്രിസ്തുവിന്റെ പ്രവൃത്തിയോടുമുള്ള വിശ്വാസിയുടെ പ്രതികരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ട്രാൻസ്ലേഷൻ, സാധാരണയായി ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ ആശ്രയിക്കുന്നു. മലയാളത്തിൽ വീണ്ടും വായിക്കാം. ഒരു വിശ്വാസി കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിശ്വാസം, അതായത് ക്രിസ്തുവിന്റെ അചഞ്ചലമായ വിശ്വാസം വിശ്വാസിയുടെ കണക്കിൽ വയ്ക്കപ്പെടുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം മനുഷ്യരുടെ മേൽ പ്രവർത്തന ഭാരം ചുമത്തുന്നു. അതേസമയം ക്രിസ്തുവിലുള്ള വിശ്വാസം ക്രിസ്തുവിലൂടെയുള്ള ദൈവിക കരുതലിലും കൃപയിലും അധിഷ്ഠിതമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനസ്സിലാവുന്നുണ്ട് എത്ര ഡിഫറൻസ് ആണ്. എത്ര സന്തോഷമുണ്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളിൽ കാണുന്ന നമ്മുടെ വിശ്വസ്തതയെക്കാട്ടിലും ഉപരിയായി കാണുന്നത് ക്രിസ്തുവിന് ദൈവത്തിനുള്ള വിശ്വാസമാണ്. അപ്പോൾ തന്നെ നാം വിശ്വസിക്കുന്ന നമ്മുടെ രക്ഷയെ നോക്കണേ, പാപം അറിയാത്തവനെ നാം ദൈവനീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് പറഞ്ഞത്, അല്ലെ? നാം ദൈവനീതിയായി മാറുക. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രം ക്രിസ്തുവിന്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ക്രിസ്തുവിന്റെ വിശ്വസ്തതയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 1-ാം അധ്യായം ആശ്രയിച്ച് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് ഏതാ? എൻ നീതിയും വിശുദ്ധിയും യേശുവും താൻ രക്തവും എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പും, ക്രിസ്തു നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും, ക്രിസ്തു നമ്മുടെ ശുദ്ധീകരണവും ആയി മാറുകയാണ്. ഇല്ലേ? എത്ര അത്ഭുതമാണ്. അതേസമയം പ്രിയമുള്ളവരെ, മോഡേൺ വേർഷൻസ്, പുതിയ വേർഷനുകളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലവിലേക്ക് താണിരിക്കുകയാണ്. നോക്കണേ, ദാനിയേൽ 3:23, ഇത് ലാസ്റ്റ് സ്ലൈഡാ. ദാനിയേൽ 3:23 കിങ് ജെയിംസ് ബൈബിളിൽ എങ്ങനാ? നെബൂഖദ്നേസർ പറയുന്ന 3 പേർ, ശദ്രക്, മേശക്, അബേദ്നെഗോവ് തീച്ചൂളയിൽ കിടക്കുമ്പോൾ നെബൂഖദ്നേസർ അത് കണ്ടിട്ട് പറയുക, അല്ല, ഞാനൊരു 4ാമതൊരു വ്യക്തിയെ കൂടെ കാണുന്നുണ്ട്. ആ വ്യക്തി ഈസ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ്, ക്യാപിറ്റൽ S, സൺ ഓഫ് ഗോഡ്. ഈ ദൈവപുത്രൻ എന്ന് പറയുന്ന ആ പദത്തിന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈക്വലായവൻ എന്നാണ്. നോക്കണേ, മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഈക്വലായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എഹെസ്കേൽ പ്രവചനത്തിൽ എഹെസ്കേലിനെ ദൈവം വിളിക്കുന്നത് ദ സൺ ഓഫ് ഡസ്റ്റ് എന്നാണ്. പൊടിയുടെ മനുഷ്യ, പൊടിയുടെ പുത്ര എന്ന് പറയാം. എന്താ? പൊടിയുടെ എല്ലാ സ്വഭാവവും നമുക്കുണ്ട്, അല്ലേ? അതാണ്. അപ്പോൾ അതേസമയം അതേ വാക്യം NIV-യിലും ESV-യിലും നോക്കിയാൽ he said, look, I see 4 men walking around in the fire, unbound and unharmed, and the 4th one looks like small letter son, SON of
ഗോഡ്സ്, GODS, സ്മോൾ ലെറ്റർ ഗോഡ്സ്. അതായത് യേശുക്രിസ്തു മറ്റ് സൃഷ്ടിക്കപ്പെട്ട എലോഹിമുകളെ പോലെ, അതായത് ദൂതന്മാരെ പോലൊരു കാണുന്നു എന്ന് കണ്ടോ. അവിടെ കണ്ടോ ആ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നത് കണ്ടില്ലേ? ദാനിയേൽ 3:23. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിച്ചത് ഹെബ്രായർക്കെഴുതിയ ലേഖനം പറയുന്നത് പോലെ ക്രിസ്തു പൂർണ്ണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവവുമായിരുന്നു ഒരേ സമയത്ത്. ഇത് രണ്ടും കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിലും തന്റെ വാക്കിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്റ്റ് വാസ് ട്രൂലി ദ ഗോഡ് മാൻ. യഥാർത്ഥമായി ദൈവ മനുഷ്യനായിരുന്നു. സമയമെടുത്ത് കണ്ടതിൽ വളരെ നന്ദി. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.